ഓക്കെ. മക്കളെ, ഞമ്മക്കിന്ന് വിരുന്നുകാരുണ്ട്, നാത്തൂനും കുട്ടികളും. അപ്പോൾ അതിന് വേണ്ടിയില്ലോ ചിക്കൻ കൊടുന്നിക്കണ്. അപ്പോൾ അതിന് വേണ്ടിയതാണ് കേട്ടോ ഈ എടുത്ത് വെച്ചിക്കണ്. അത് കറി തൂമിച്ചാൻ ആ കുണ്ടൻ പാത്രത്തിലുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരക്കാനും ചോറിനും ഒക്കെ കൂടിയാണ്. ഇഞ്ചി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ. ചിക്കൻ കറി ഉണ്ടാക്കണ ഞാൻ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നീനില്ലേ. ഇത് ആ ചട്ടിയത്ത് ഉള്ളിയും തക്കാളിയും ഇതിനാണ്. അപ്പോൾ എന്താ നമ്മൾ കറി അടുപ്പത്തൊക്കെ ഇട്ടിട്ട് ആദ്യം കറി വെക്കാനുള്ള പരിപാടിയാണ്. കറി അടുപ്പത്ത് വെച്ചിങ്ങാണ്ടേ പിന്നെ ചോറ് നെയ്ച്ചോറിൻ്റെ മാതിരിയാണ് കേട്ടോ മക്കളെ. അതൊരു വ്യത്യാസമാണ് ചോറാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. മസാലയൊക്കെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഇവിടെ അരച്ച് വെച്ചിക്കണ്. അപ്പോൾ അതാണ് മസാല കൂട്ടി വെക്കട്ടെ. അതിക്ക് 2 സ്പൂണ് മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉള്ളിട്ടിട്ട് കേട്ടോ. 2 കറാമ്പട്ടിയും 2 പൂവും 2 പൊട്ട് പട്ടിയും ഒരു 4 പൂവും കൂട്ടിയും അരച്ചിക്കണം. നമ്മൾ ചിക്കൻ മസാല കൂട്ടലില്ല, എപ്പോഴും റെഡിമെയ്ഡ് മസാല വാങ്ങലില്ല. ഈ സാമ്പാറിനായാലും ചിക്കനായാലും മട്ടനായാലും ഒന്നിനും കേട്ടോ. ഒക്കെ നമ്മൾ സാധാരണ പൊടി വാങ്ങലാണ്, പൊടി ഉണ്ടാക്കലാണ്. അപ്പോൾ അത് നല്ലോണം വാടിയതിൻ്റെ ശേഷമേ ആ പച്ചമണം മാറിയതിൻ്റെ ശേഷം ആ ചിക്കൻ കേക്ക് വെച്ച് അതും കൂടി അയക്കാൻ ഇട്ട് കൊടുത്തങ്ങാണ്ട് അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. കേക്ക് വെച്ച ചിക്കനും കൂടി അയക്കാൻ ഇട്ട് കൊടുത്തിട്ടേ അതങ്ങോട്ട് വേവിക്കുക. എന്നിട്ട് അതിക്ക് വേണ്ട വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് അതാണ് വേവിച്ചിട്ട് അതിക്ക് മണം തേങ്ങ അരച്ച് പാരുക കേട്ടോ. അതിക്കൊരു തേങ്ങ അരച്ച് പാരണം. അത് ഇനി നല്ലോണം ഇളക്കിയാണ്ട് മസാലയൊക്കെ ഒന്ന് ചേർന്നിട്ടേ അതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തു. ഞാൻ വെള്ളം കൊണ്ട് ഒഴിച്ചെടുത്താണ്ട് ആണ് മൂടി വെച്ചിങ്ങാണ്ട് നല്ലോണം വേകട്ടെ. അപ്പോൾ നമുക്ക് എന്ത് കാട്ടണം, തേങ്ങ അരച്ചു കൊണ്ടുവരണം. നമുക്ക് പൈച്ചിട്ട് വെച്ചാൽ കുറച്ച് ചോറുണ്ടായിരുന്നു നിലത്ത്. അപ്പോൾ അതിക്ക് തൈരും ഒരു 4 ഉള്ളിൻ്റെ വൈക്കോൾ വാരിയിട്ടുങ്ങാണ്ടേ അത് വാരി തിന്നട്ടെ മക്കളെ. പൈച്ചിട്ട് വെച്ച് നമുക്ക് പൈച്ചിങ്ങാണ്ട് കുറേ നേരം ഇരിക്കാനൊന്നും വെച്ചാൽ. അപ്പോൾ അതാ ചോറിനുള്ള അടുപ്പത്ത് വെക്കുകയാണ്. അതിക്ക് പട്ടിയും പൂവും ഏലക്കായും ഒക്കെ ഇട്ടിക്കണം. അതിക്ക് 4 പച്ചമുളകും 5 പച്ചമുളകും ഇട്ടുങ്ങാണ്ടേ അത് നല്ലോണം വാടിയതിൻ്റെ ശേഷം അതിക്ക് വേണ്ട ഉള്ളി തക്കാളിയും നെയ്ച്ചോറാണ് കേട്ടോ. കണ്ടോളി, ഇതേമാതിരി വെച്ചോളി. നല്ല ടേസ്റ്റാണ് മക്കളെ. നമുക്ക് വെറുതെ കറിയൊന്നും ഇല്ലാതെ തിന്നാം. അത് സ്പെഷ്യലാണ്. നിങ്ങളൊക്കെ അറിയോ ഉണ്ടാക്കിക്കണമെന്നൊന്നും അറിയില്ല, അതൊന്നും ഞമ്മക്കറിയില്ല. ഇതാ ഈ ഉള്ളി നല്ലോണം വാടിയതിൻ്റെ ശേഷമേ ഉള്ളി വാട്ടുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ആ ഉപ്പും കൂടി ഇട്ട് കൊടുത്തങ്ങാണ്ടേ അത് നല്ലോണം വാടണം. വാടിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഒരു 4 തക്കാളി ഉണ്ടാവും. ആ തക്കാളി അതിക്കാണ്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് മല്ലി ചപ്പും പുതിനയും അതും. നല്ല വാസനയാണ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിക്ക് തൈര് വേണം, നാരങ്ങ നീര് വേണം, ഇതൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ. ഞാൻ മറക്കണീനാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ മക്കളെ, ഭയങ്കര മറവിയാണ്. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ചല്ല, നല്ലോണം 2 സ്പൂൺ ഉണ്ട് കേട്ടോ. ആദ്യം ഇട്ടത് വെളുത്തുള്ളി, പിന്നെ രണ്ടും സെപ്പറേറ്റാണ് അരച്ചിക്കണത്, എന്നെങ്കിലേ അളവ് കണക്കാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 1.5 കിലോ 2 കിലോന് അരി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളതാണ് ഈ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് നല്ലോണം വാടിയതിന് ശേഷമാണ് അതിക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോണം വാടിയിട്ട് ഇതാക്കണം. തൈര് ചോറിനുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തോ രസമാണ് കാണാൻ. ഇതിൻ്റെ ഒരു വാസന നല്ല വാസനയാണ് കേട്ടോ. മല്ലിച്ചപ്പും പൊതിനി ഇട്ടതല്ലേ. ഈ തക്കാളിയും കൂടി നല്ലോണം വാടിയിട്ടേ അപ്പോൾ ഇങ്ങനെ കറി ഇവിടെ റെഡി ആകുന്നുണ്ട്. അതിക്കും കുറച്ച് പൊതിനി മല്ലിച്ചപ്പ് ഇടണം. തേങ്ങ അരച്ചു അതിക്കാണ് പാർന്നു കൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്കും. നമ്മൾ കുറച്ച് തൈര് കൂട്ടും, കുറച്ച് നാരങ്ങയും കൂട്ടും. അപ്പോൾ ഇറച്ചി കലങ്ങൂല. ചോറിനുള്ള നാരങ്ങയാണ് ഒഴിച്ചത് കേട്ടോ. രണ്ടും അടുപ്പത്ത് വേവണുണ്ടേ. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പൊതിനി ഇട്ടു.
ചോറിനുള്ള വെള്ളം വെക്കട്ടെ. അതവിടെ വെള്ളം തിളക്കട്ടെ. ഇനി അതിക്ക് കുറച്ചും കൂടി വെള്ളം വാരട്ടെ. ഇനി ഒന്നിട്ട് തിളക്കട്ടെ. നല്ലോണം തിളച്ചിട്ട് നമ്മൾ അരി അവിടെ പുതിർത്താൻ വെച്ചിരിക്കണം കേട്ടോ. അരി പുതിർത്തിയും കണ്ടാണ് നമ്മൾ ചോറ് വെക്കുക എപ്പോഴും. അപ്പോൾ മക്കളെ നിങ്ങളും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോണ്ട്. ഇത്ര തന്നെ ഉള്ളൂ ഇതിൻ്റെ കൂട്ട്. ഇതിലേക്ക് ഇനി ഉപ്പ് നമ്മൾ പാകത്തിന് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ കുട്ടികൾ വന്നിരിക്കണ ഏട്ടത്തിൻ്റെ നാത്തൂൻ്റെ ചെറിയ കുട്ടിക്ക് ബർത്ത്ഡേ ആണ്. അപ്പം ഉമ്മയാണ് കേട്ടാ നിൽക്കണത്. ഉമ്മാനെ ചോദിച്ചിന് ഓല്. ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട്. നാത്തൂൻ്റെ വലിയ മോളും മോനുമാണ്. ആകെ 2 കുട്ടികളാണ്. രണ്ടാൾക്കും ഇന്ന വലിയ കാര്യമാണ് കേട്ടോ. ഓൻ ഇന്നലെ ബർത്ത്ഡേനും. അപ്പോൾ ഓൻ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാണ്ടേ എനിക്കും തന്നെ മറ്റേ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോയി പോരാനൊക്കെ പോയിനും. ഇപ്പം നമ്മളെ കൊണ്ട് തടി കൊണ്ട് കരുതിയ മാതിരി വയ്യാത്തതുകൊണ്ട് പോകലില്ല. പോയി അങ്ങോട്ട് പോരും. എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോരും എന്നല്ലാതെ പോയി നിൽക്കലില്ല. ഓൽക്കും തന്നെ സ്കൂളിലല്ലേ പഠിച്ചിന കുട്ടികളല്ലേ. ഓൽക്ക് സ്കൂളിലെ ലീവുള്ള ദിവസം അപ്പം എന്തെങ്കിലുമൊക്കെ ഓൽക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റാത്തൊരു നിലയാണ്. അപ്പോൾ അതാ ചോറ് അരി ഇട്ടിങ്ങനെ തിളച്ചിട്ടില്ല. അരി ഇട്ടിങ്ങാണ്ട് ഇളക്കിങ്ങാണ്ടേ മൂടിയൊക്കെ ഇട്ട് ഞാൻ ഒന്ന് നല്ലോണം തിളച്ച് വേകട്ടെ കേട്ടോ. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ മക്കളെ നമ്മളല്ല കേട്ടോ, നമ്മളൊപ്പം നിൽക്കണുള്ളൂ. നമുക്ക് ഇളക്കാനും ഇതിനൊന്നും വയ്യ. നമ്മളെ പുതിയാപ്പിളക്കാക്കുണ്ട്. അപ്പോൾ காரம் கம்மியாக தான் இருக்குப்பா. தங்க புள்ள சாப்பிடணும்னு நினச்சி கம்மியாக தான் வச்சுருக்கு. அவனுக்கு தெரியுமா அந்த மானாங்கிறேன். அப்புறம் பீஸா வேணான்னு சொன்னால் சாலெலாம் தான் வேணான்னு சொன்னான். சாப்பிட்டுட்டு அப்புறமா போட்டு கொடுத்தேன். ஆமாம். தங்க புள்ள சொல்லு. ஏன் தங்க புள்ள சொல்லதுக்கு தான் அதெல்லாம். தங்க புள்ள சொல்லு. தங்க புள்ள அதுதான் ஏன் தங்க புள்ள. ஓகே.